എല്ലാ നാളും കൂടെയുള്ള ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രിയിലും ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ, കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ വിദ്വേഷകരമായ ഒരു ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നാം ശ്രമിക്കുമ്പോൾ യേശു കർത്താവ് എല്ലാ നാളും കൂടെ ഉണ്ടെന്നുള്ള ആ വലിയ അല്ലെങ്കിൽ ആ മഹത്തായ വാഗ്ദാനത്തെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചത്. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ, 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അരുളി ചെയ്തിട്ടുള്ള മഹാനിയോഗങ്ങളിൽ കാണുന്ന 4 സാർവത്രികങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ 1-2 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഞാൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്നല്ലോ. ദൈവത്തിൽ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നൽകപ്പെട്ട സകല അധികാരവും സകല ജാതികളോടും സകല ജാതികളെയും ആ വചനത്തെ കുറിച്ച് അറിയിക്കാനും, അതുപോലെ നമ്മളോട് കൽപ്പിച്ചതൊക്കെയും, അതുപോലെ എല്ലാ നാളും എന്ന് പറയുന്ന ആ 4 സാർവത്രികയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇതിൽ പ്രധാനമായും കർത്താവിന് സ്വർഗത്തിലും ഭൂമിയിലും നൽകപ്പെട്ട പൂർണ്ണ അധികാരത്തെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചത്. അതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടെ പഠിപ്പാനായിട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ആദ്യമായിട്ട് ഞാൻ ആ വേദവാക്യം ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നമുക്ക് എന്താ പറയാ, ഏറ്റവും അവസാനത്തെ ഭാഗം എല്ലാ നാളും കൂടെ ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം വരെയുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒന്നുകൂടെ കർത്താവിൽ ബലപ്പെടുത്തുന്ന വാക്യമാണല്ലോ. ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ പറയുമ്പോൾ പ്രമാണിപ്പാൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന 20-ാം വാക്യത്തിൽ ഇവിടെ സകല ജാതികളെയും എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങളും എന്ന തലത്തിലാണ്, എല്ലാ അർത്ഥത്തിലാണ്. എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലായിടത്തും പോയി എല്ലാവരെയും എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളും എന്ന് ഉദ്ദേശിക്കുന്നതിലൂടെ, എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ യേശുവിന്റെ സാർവത്രിക അധികാരത്തെയും ക്രിസ്തുമാർഗത്തിന്റെ ലോകവ്യാപക സ്വഭാവത്തെയുമാണ് അത് വെളിപ്പെടുത്തുന്നത്. ഞാനത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നുവല്ലോ. ഏതെങ്കിലും ഒരു പ്രാദേശികമായ സ്ഥലത്ത് ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. ലോകത്തിലുള്ള സകല വംശങ്ങളിലും ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഒക്കെ ദൈവത്തിന് ജീവൻ അല്ലെങ്കിൽ മനുഷ്യരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ. പ്രത്യേകം മത്തായിയുടെ സുവിശേഷം ഈ അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ആശ്ചര്യകമായ വലിയ ആഹ്വാനത്തോടു കൂടിയാണ്. നമ്മൾ ബൈബിളിലെ 4 സുവിശേഷങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആ സുവിശേഷങ്ങളൊക്കെ രചിക്കപ്പെട്ടതിന്റെ സാഹചര്യവും സ്വഭാവവും അതാത് എഴുത്തുകാരൻ ഉദ്ദേശിച്ച ആദ്യ ശ്രോതാക്കളും വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്കറിയാം. വ്യത്യസ്ത ശ്രോതാക്കളെ കണ്ടുകൊണ്ട്, വ്യത്യസ്തമായ സാഹചര്യങ്ങളും സമയങ്ങളും ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു അത് രചിക്കപ്പെട്ടത്. ഒന്ന് നമ്മൾ അതിനോട് ഓടിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം രചിക്കപ്പെട്ട യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും സാർവത്രികമാണ്. അതിൽ യേശുവിനെ ദൈവപുത്രനും ലോകരക്ഷകനുമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരു വിജാതീയ അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് പുസ്തകം എന്ന് വേണേൽ തന്നെ പറയാം. അതായത് ലൂക്കോസ് യേശുവിനെ പൂർണ്ണമായ അല്ലെങ്കിൽ ആദർശ മനുഷ്യനായ അല്ലെങ്കിൽ ആദർശവാനായിട്ടുള്ള ഒരു മനുഷ്യനും രക്ഷിതാവുമായിട്ട് ലൂക്കോസ് അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ റോമൻ വായനക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് എഴുതപ്പെട്ടത്. അത് റോമിൽ വെച്ചുമാണ് അത് എഴുതപ്പെട്ടത്. ഈ സുവിശേഷം പ്രധാനമായും യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾക്കാണ് ഊന്നൽ നൽകുന്നത്. ഇങ്ങനെ ഈ സുവിശേഷങ്ങളൊക്കെ നമുക്ക് ആ നിലയിലൊക്കെയുള്ള അതിന്റെ പഠനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ മത്തായി ഈ സുവിശേഷം എഴുതിയത് യഹൂദന്മാരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ സുവിശേഷത്തിൽ യേശുവിനെ ദാവീദിന്റെ പുത്രനായും കൂടാതെ മശിഹയെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണക്കാരനായൊക്കെ യേശുവിനെ കാണിക്കുന്ന ഒരു സുവിശേഷമാണല്ലോ മത്തായിയുടെ സുവിശേഷം. ഇതിൽ യേശു ജനിച്ചതും അതുപോലെ താൻ ചെയ്ത ശുശ്രൂഷകളെല്ലാം യഹൂദ വംശത്തിന്റെ ചരിത്രത്തോട് ബന്ധിപ്പിച്ചാണ് അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും സാർവത്രികമായ ഒരു ആഹ്വാനത്തോടു കൂടി അവസാനിക്കുന്നത് ഈ സുവിശേഷമാണ്. 4 സുവിശേഷങ്ങൾ പറയുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടു എന്ന് പറയുമ്പോഴും എന്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഏറ്റവും സാർവത്രികമായി തന്നെ ഈ സുവിശേഷം അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ നാളുകൾ തന്നെ അനുഗമിച്ചിരുന്ന ആ ശിഷ്യന്മാർ, അല്ലെങ്കിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും ഇപ്പോൾ ഈ കൽപ്പന നമ്മളിപ്പോൾ വായിച്ച 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കേട്ട ആ സേവനത്തിന് നിയോഗിക്കപ്പെട്ട ആ
ചുരുക്ക ശിഷ്യന്മാർ അവരെല്ലാം യഹൂദന്മാർ തന്നെയായിരുന്നു, യഹൂദ ശിഷ്യന്മാർ തന്നെയായിരുന്നു. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ യഹൂദ മതത്തിലും ആ രാഷ്ട്രത്തിലും മാത്രം ഒതുക്കി നിർത്താതെ ലോകത്തിന്റെ എല്ലാ ജനങ്ങളിലേക്കും രാഷ്ട്രങ്ങളിലേക്കും ക്രിസ്തുവിന്റെ സുവിശേഷവുമായി പോകണമെന്ന് ഈ സുവിശേഷത്തിന്റെ അവസാന വാക്യങ്ങളിൽ കാണുന്ന ആ മഹാദൗത്യത്തിൽ നിന്ന് നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്രകാരം എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാവരോടും ഈ സുവിശേഷം അറിയിക്കുകയും അങ്ങനെ ശിഷ്യരാക്കുന്നവരെ ക്രിസ്തു കൽപ്പിച്ച എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കണമെന്നും ആ വാക്യങ്ങളിൽ നിർദ്ദേശം ചെയ്യുന്നുണ്ട്. ഈ പഠിപ്പിക്കൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം വിപരീതമായുള്ള ഉപദേശങ്ങളും പ്രവൃത്തികളും ആദ്യം മുതലേ ഉണ്ട് എന്നുള്ളത് നാം അറിയുക. അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കർത്താവിന്റെ സുവിശേഷത്തിന് വിരോധമായി, കർത്താവ് പഠിപ്പിച്ചതിന് വിരോധമായി, അതിനെ തെറ്റിച്ചു കളയുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ അത് ഇന്നും തുടരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ക്രിസ്തു കൽപ്പിച്ചതെല്ലാം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പലരും അവന്റെ പഠിപ്പിക്കലിന്റെ പരമാവധി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് കാണുന്നത്. അതായത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാക്യങ്ങളെ തെറ്റായി വിശദീകരിക്കുക, തെറ്റായി കൂട്ടിക്കളയുക, അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള പല രീതിയിലുള്ള ഗിമിക്കുകളൊക്കെ കാണിക്കുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതായത് ഇന്നുള്ള പഠിപ്പിക്കലുകളൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിപ്പിക്കലുള്ള പ്രസംഗങ്ങളിലൊക്കെ ലളിതമായതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തി എതിർക്കാനാവാത്തമായ വിഷയങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. പെട്ടെന്നൊരു തെറ്റ് കണ്ടെത്തി അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് നിലയിൽ നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ കഴിയത്തില്ല, പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ പറ്റിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സുവിശേഷവുമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ അനേകർ ക്രിസ്ത്യ വിശ്വാസികളെ അവരുടെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന്, ക്രിസ്തുയേശുവിന്റെ ആ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിച്ച് കളയുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷത്തിന്, ഈ പഠിപ്പിക്കൽ ഒത്തിരി പ്രാധാന്യമുണ്ടെന്ന് നാം മനസ്സിലാക്കാം. നമുക്കറിയാം, അടുത്തയിടയിലൊക്കെ പല ക്രിസ്ത്യ യോഗങ്ങളിൽ വിവിധ രാഷ്ട്രീയക്കാർ വന്ന് പ്രസംഗിക്കുമ്പോൾ അതൊക്കെ വലിയ ഉല്ലാസത്തോടെ, അത് വലിയ അല്ലെങ്കിൽ ഒത്തിരി അതിനെയൊക്കെ ആവേശത്തോടെ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അന്നേരം അങ്ങനെയുള്ള ഒരു കൃത്രിമ ഉല്ലാസത്തിലേക്ക്, അതായത് യാതൊരു ആത്മീയതയില്ലെങ്കിലും പ്രസംഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ആത്മാവിന്റെ ഒരു നിയന്ത്രണവുമില്ലാതെ എന്തും പറയാവുന്ന രീതിയിലേക്കൊക്കെ, ആ നിലയിലേക്കൊക്കെ, ഇതിനെയും വേർതിരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇന്നുള്ള പല പ്രസംഗങ്ങളൊക്കെ മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ മനുഷ്യരിൽ പകരപ്പെടുന്ന കൃപയെ വിശദീകരിക്കാതെ മറ്റു പല ആശയങ്ങളും വിശദീകരിക്കുക. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നീതിയില്ലാത്ത സ്നേഹം, അനുസരണമില്ലാത്ത രക്ഷ, കഷ്ടപ്പാടില്ലാത്ത വിജയം, ഇതിനെയൊക്കെ അങ്ങനെയുള്ള ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല പ്രവാചകന്മാരൊക്കെ പലപ്പോഴും ശുശ്രൂഷിക്കുന്ന ഈ നിലയിൽ തന്നെയാണ്. അത് നമ്മളെ ഒത്തിരി ആകർഷിക്കാറുണ്ട്, പലരും അതിൽ വീണു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളുടെ ഒക്കെ നടുവിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പ്രമാണങ്ങളിലേക്ക് അതിനെ പഠിപ്പിക്കുവാൻ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ ക്രിസ്തുവിന്റെ ആ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന അങ്ങനെയുള്ള പ്രസംഗങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞവർ വളരെ ലളിതമാണ്, പെട്ടെന്ന് തെറ്റൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും വലിയ കൂട്ടത്തെ കൂട്ടുവാൻ അവർക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം സന്ദേശങ്ങൾക്ക് അവർ കഴിയുന്നുണ്ട്, വലിയ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കുവാൻ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ തെക്കൻ കേരളത്തിലുള്ള പല ഭാഗങ്ങളിലുള്ള വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ ഉള്ളത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിന്റെ മാർഗങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചാൽ അവരിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ ദൈവത്തിന് പ്രസാദമില്ലാത്ത ലോകത്തിന്റെ ഫലങ്ങളായിരിക്കും എന്നുള്ളത് നാം അറിയുക. അവിടെ ഒരിക്കലും ദൈവത്തിന്റെ ആ ഫലങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ള ഫലങ്ങളായി തീരുവാൻ അവിടെ കഴിയുകയില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തെറ്റായ പഠിപ്പിക്കലിലൂടെയല്ല പുതിയ ശിഷ്യന്മാർ ഉണ്ടാകേണ്ടത്. അതായത് അതുപോലെ തന്നെ ലോകം ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതും അർദ്ധ സുവിശേഷങ്ങളിലൂടെയോ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അർദ്ധ സത്യങ്ങളിലൂടെയോ അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ നാം ഓർക്കുക. എന്റെ ചെറിയ കാലത്ത് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സാർക്ക് അറിയും, ചെറിയ കാലത്ത് എന്ന് പറയുമ്പോൾ പഠിക്കുന്ന സമയത്ത് യുവിലാണെങ്കിലും മറ്റുള്ള ആ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി കേട്ടുള്ള മെസ്സേജാണ് ശിഷ്യത്വം, കുരിശ് ചുമക്കുക, അതായത് കർത്താവിനോടുള്ള അനുസരണം, അങ്ങനെയുള്ള തിരുവചന ആശയങ്ങൾ അന്നൊക്കെ പ്രസംഗിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ എവിടെയും പ്രസംഗിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമല്ലേ? അത് നമ്മുടെയൊക്കെ മുമ്പിലില്ലേ? അതിനെക്കുറിച്ചൊന്നും പ്രസംഗിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശ് ചുമക്കുക, അല്ലെങ്കിൽ കർത്താവിനോട് കഷ്ടം അനുഭവിക്കുക, അല്ലെങ്കിൽ കർത്താവിനോടുള്ള അനുസരണത്തിൽ അതിൽ പങ്കാളികളാകുക, ആ നിലയിലുള്ള പ്രസംഗങ്ങളൊന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സകലതും പ്രമാണിക്കുവാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ പഠിപ്പിക്കൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉയർന്നു വരുമല്ലോ. ആ ചോദ്യം നമുക്ക് ഇപ്പം എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അത് വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ
അന്നേരം ആ പഠിപ്പിക്കലിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ആ ഉപദേശങ്ങളുടെ ഒരു ചെറിയ പട്ടിക കൊണ്ടൊന്നും നമുക്ക് അതിന്റെ ആ മുഴുവനായിട്ട്, അല്ലെങ്കിൽ അതിനെ മുഴുവനായിട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളത് നമുക്കൊരു ചെറിയ പട്ടിക കൊണ്ടൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മുഴുവൻ ബൈബിളും പഠിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് കർത്താവിൽ ഞാൻ ഇന്ന് രാത്രിയിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരേ ബൈബിൾ തന്നെ, നമുക്കറിയാം വ്യത്യസ്ത ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. ഒരേ ബൈബിൾ തന്നെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത ക്രൈസ്തവ വിഭാഗങ്ങൾ വളരെ വിരുദ്ധമായ ആശയങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അതിനെ പിന്തുടരുന്നുണ്ട്. ഒരേ വാക്യം എടുത്ത് തന്നെ അതിന്റെ നിലയിൽ അവർ അങ്ങനെ വിശദീകരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിന്റെ ഒക്കെ മധ്യേ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഇന്ന് രാത്രിയിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ഉയർന്ന ഒരു വീക്ഷണം നമുക്കുണ്ടായിരിക്കണം. അതായത് ബൈബിളിനെ കുറിച്ച് നമുക്ക് പരമ്പരാഗതമായി പല കാലഘട്ടങ്ങളിലും പല കൗൺസിലുകളും ഒക്കെ കൂടി നമ്മൾ തിരുവചനത്തെ ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ ബൈബിൾ, അതിനെക്കുറിച്ച് ഒരു ഉയർന്ന വീക്ഷണം ഉണ്ടായിരിക്കണം. നമ്മൾ അല്പം ചരിത്രപരമായി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പരമ്പരാഗതമായ ആ ഉയർന്ന വീക്ഷണത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലിബറൽ ബൈബിൾ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഒരു പഠനം അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. ആ പഠനത്തിന് അത് ഈ കാലഘട്ടത്തിലും അതിനെ പൊളിച്ചെഴുതിയ ഒത്തിരി കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ എന്ത് ചെയ്യുന്നത്, ബൈബിളിനെ മനുഷ്യനിർമ്മിതമായ ഒരു പുസ്തകം മാത്രമാണെന്നും കൂടാതെ അതിൽ തെറ്റുകൾ ഉണ്ടെന്നും അവർ പഠിപ്പിക്കുകയുണ്ടായി. അതിലൂടെ ബൈബിളിന്റെ വിശ്വാസ്യതയിലും ആധികാരികതയിലും ഒക്കെ സംശയം സൃഷ്ടിക്കുവാൻ അങ്ങനെയുള്ള പഠനങ്ങൾക്കും പഠിപ്പിക്കലുകൾക്കും ഒക്കെ, അതായത് ആത്മാവിൽ നിന്നല്ലാതെ ബുദ്ധിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധിയിൽ നിന്ന് പഠിപ്പിക്കുന്നതിനാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്നതിനാലൊക്കെ അത് സംഭവിച്ചതാണ്. പ്രിയമുള്ളവരെ, അതിലൂടെ ദുർബലവും ചാഞ്ചാട്ടവും ഉള്ളതുമായ ഒരു സഭയെയും ഒരു കൂട്ടം വിശ്വാസികളെയും അത് സൃഷ്ടിക്കുവാൻ ഇടയായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ലോകപരമായ പ്രചരണ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് ലോകത്തിന്റെ മുൻപന്തിയിൽ തന്നെ ഇവർ നിൽക്കുന്നതിനാൽ യഥാർത്ഥ ക്രിസ്തീയ മാർഗത്തെ തെറ്റിദ്ധരിക്കാനും ഇടയാക്കുന്നു എന്നുള്ളതൊരു സങ്കടകരമായ അവസ്ഥയാണ്. നമുക്കറിയാം, ചിലപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിന് മുന്നിൽ നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ കുറിച്ച് കൂടുതലൊന്നും അറിയാത്തവർ ആദ്യം കാണുന്നത് ക്രിസ്തുവിനോട് ഒരു ബന്ധവുമില്ലാത്ത ചില വിഭാഗങ്ങളെയാണ്. അവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം അവരെയാണ് കാണുന്നത്. അവരുടെ പഠിപ്പിക്കലുകൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ വിഗ്രഹാരാധനകൾ, അതൊക്കെ തന്നെയാണ് ആദ്യം കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആദ്യം കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയുന്ന സത്യത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും അല്ല അവർ അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള വേറൊരു കൂട്ടം അവരുടെ മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ലോകം നമ്മളോട് സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെ ലോകത്തിന് മുന്നിൽ പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോഴൊക്കെ ആദ്യം കാണാനാവുന്നത് ദുരുപദേശങ്ങളും സമൃദ്ധിയും മാത്രം ഘോഷിക്കുന്ന ചില സംഘങ്ങളെയാണെന്നുള്ളത് അതും ഒരു യാഥാർത്ഥ്യമാണ്. അവർ പേപ്പറിലൊക്കെ ചില സമയത്ത് പല കുറ്റകൃത്യങ്ങളൊക്കെ പിടിക്കപ്പെടുന്നത്, അറസ്റ്റിലാകുന്നവർ, ജയിലിലാക്കപ്പെടുന്നവരൊക്കെ അവരെ പാസ്റ്റർമാരെന്നൊക്കെ വിളിക്കപ്പെടുന്ന പല സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥ പെന്തക്കോസ് ആശയങ്ങളുമായിട്ടോ പെന്തക്കോസ് ഉപദേശങ്ങളുമായിട്ടോ ഒന്നും ബന്ധമില്ലാത്തവരായിരുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഇതിന്റെ മധ്യയാണ് പ്രിയമുള്ളവരെ, ബൈബിളിലെ എല്ലാ തിരുവെഴുത്തുകളെയും അതിന്റെ മൂല്യത്തിൽ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ആ ആത്മാവിൽ, അതാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ക്രിസ്തുവിന്റെ എല്ലാ പഠിപ്പിക്കലുകളോടും നമ്മൾ വിശ്വസ്തരായിരിക്കണമെങ്കിൽ നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഭാഗമായ ബൈബിളിനെ കുറിച്ച് ആ ഉന്നത വീക്ഷണത്തിൽ തന്നെ നാം പഠിപ്പിക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആ കാഴ്ചപ്പാടുകൾ, അത് ദൈവത്തിന്റെ തിരുവചനമാണ്, അത് വചനമാണ്, അത് ജീവൻ പകരുന്നതാണ്, അത് ജീവനായി നിത്യജീവനായി നമ്മുടെ ഉള്ളിൽ പരിണമിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നതാണ്, നമ്മെ ജീവിപ്പിക്കുന്നതാണത്. അതിന് തെറ്റില്ല എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് തന്നെ വന്നു എന്നുള്ളത്, പരിശുദ്ധാത്മാവിനാൽ തന്നെ വന്നു എന്നുള്ളത് അത് വിശ്വസിച്ച് അത് പഠിക്കുവാനും നാം ശ്രമിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ്. എന്നാൽ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അജ്ഞതയിൽ ദൈവത്തിന് പരിമിതവും തെറ്റുപറ്റാവുന്നതുമായ വീക്ഷണകോണുകളിലേക്ക് ചുരുക്കുന്ന, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം, അങ്ങനെയൊക്കെ പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ പരിസ്ഥിതിയുടെയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളുടെയോ ചില രാജ്യങ്ങളിൽ സംഭവിക്കുന്നതായ ചില അവസ്ഥകളൊക്കെ കണ്ടിട്ട് ദൈവത്തിനും തെറ്റുപറ്റുന്നു എന്നുള്ളത്, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ആ അജ്ഞതയിലാണ് ദൈവത്തെ പരിമിതവും തെറ്റുപറ്റാവുന്നതുമായ ആ നിലയ്ക്ക്, അല്ലെങ്കിൽ ആ വീക്ഷണ കോണുകളിലേക്ക് ചുരുക്കുന്നത്. അത് ക്രിസ്ത്യാനികളുമുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുള്ളവരുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ മധ്യ ദൈവം ആരാണെന്നതിനെ കുറിച്ചുള്ള ഒരു ഉയർന്ന നിലയിലുള്ള അറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ദൈവം സർവ്വത്തിന്റെയും അധികാരം, കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് ചിന്തിച്ചാണ്, സകലത്തിലും അധികാരമുള്ള ദൈവം. നമ്മുടെ മേൽ അധികാരമുണ്ട്, പ്രകൃതി മേൽ അധികാരമുണ്ട്, സകലത്തെയും ഭരിക്കുന്നു എന്നുള്ളത്. അതേ സകലത്തിന്റെ പരമാധികാരിയാണ്, സകലത്തിന്റെ സൃഷ്ടിയാണ്, ദൈവം തന്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ മുഴുവനും ഭരിക്കുന്നു എന്നുള്ള ആ വലിയ
അറിവ് നമ്മെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, എല്ലായ്പ്പോഴും എല്ലായിടത്തും സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞിട്ട് തന്നെയാണെന്നുള്ള ആ വലിയ അറിവിൽ തന്നെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഈ അറിവ് നമ്മുടെ ക്രിസ്ത്യത്തിൽ വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിക്കുവാനും, അതായത് നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ അതും ദൈവം അറിഞ്ഞിട്ടാണ്, അതിന്റെ മധ്യം ദൈവത്തിന് പദ്ധതികളുണ്ട് എന്നുള്ള ആ വലിയ അറിവ്, എല്ലാം ദൈവം അറിഞ്ഞിട്ടാണെന്നുള്ള ആ അറിവിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസ ജീവിതത്തിലെ ഒരു വലിയ സ്ഥിരതയ്ക്ക് അത്, അല്ലെങ്കിൽ അങ്ങനെ ആ നിലയിലേക്ക് അത് പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും എന്നുള്ളത് നാം അറിയാം. മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, സകല മനുഷ്യരും പാപികളാണെന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ പഠിപ്പിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, ബേബിജാൻ പാട്ട് പാടിയപ്പോൾ ആ ഒരു 2-3 ലൈനുകൾ അതൊക്കെ ഒത്തിരി എടുത്തു പറഞ്ഞല്ലോ. അദ്ദേഹം അതിനോട് ചേർത്ത് പറഞ്ഞ ആ പ്രബോധനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. സകല മനുഷ്യരും പാപികളാണ്. അത് എല്ലാവരും പാപികൾ എന്ന് പറയുന്നതിനകത്തും, അതായത് ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപികൾ അങ്ങനെ പറയുമ്പോൾ, ഞാൻ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഓർക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇയുലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, ഇയുലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ക്ലാസ്സിൽ വന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ പാപികൾ എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. പാപികളാണെന്ന് ആരും സമ്മതിക്കില്ല. ഒരു രക്ഷയോട് പോയി നേരിട്ട് നീ പാപിയാണെന്ന് പറയുമ്പോൾ ആരും സമ്മതിക്കാൻ, അല്ലെങ്കിൽ ആർക്കും അത് ഇഷ്ടമല്ല, കേൾക്കുവാൻ സമ്മതമല്ല, ആരും അത് സമ്മതിച്ചു തരത്തില്ല. അന്നേരം എല്ലാവരും പാപികൾ എന്ന് പറയുന്നതിനർത്ഥം മനുഷ്യൻ പാപത്താൽ കളങ്കപ്പെട്ടു എന്നതല്ല, അല്ലെങ്കിൽ പാപത്താൽ കളങ്കപ്പെട്ടു, അല്ലെങ്കിൽ പാപം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കറ പറ്റി എന്നുള്ളതൊക്കെ ആ ഒരു രീതിയിലൊന്നും അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ബൈബിൾ പറയുന്നത് അവൻ പാപത്തിൽ മരിച്ചു എന്നതാണ്. പാപത്തിൽ മരിച്ചു, ജീവനില്ല, ആത്മാവിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവനില്ല, ദൈവവുമായിട്ട് ബന്ധവുമില്ല എന്നുള്ളത് തന്നെ, അങ്ങനെ തന്നെയാണ് ബൈബിൾ പറയുന്നത്, പാപത്തിൽ മരിച്ചു എന്നുള്ളത്. അതൊരു അത്ര ഗൗരവമായ ഒരു സംഗതിയാണ് സകല മനുഷ്യരും പാപികളാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. പാപത്താൽ മനുഷ്യർ ഇത്രയധികം ബാധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ ചിന്തകൾ പോലും പൂർണ്ണമായി ദുഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഓരോ മനുഷ്യൻ, നമ്മൾ ഇന്ന് ലോകത്തിലുള്ള പല കുറ്റകൃത്യങ്ങളെ കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിൽ നിന്നുള്ള വാർത്തകളൊക്കെ തന്നെ വായിക്കുമ്പോൾ ഒത്തിരി വേദനയോടുകൂടി തന്നെ നമ്മെ വായിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ. അത് ലോകത്തിൽ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതകൾ, അതായത് മനുഷ്യൻ മൃഗങ്ങളോട്, അല്ലെങ്കിൽ പല രീതിയിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അത്രമാത്രം ദുഷിക്കപ്പെട്ടതാണോ, ഇത്രമാത്രം ക്രൂരനാണോ. പക്ഷെ ഒരുപക്ഷെ അതിന്റെ താഴെ എഴുതുന്ന കമന്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരുണ്ട്, അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്. അതിനെയും ആ ന്യായീകരണവും എത്രമാത്രം ക്രൂരതയാണ് അതൊക്കെ ഓർത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, അങ്ങനെ മനുഷ്യന്റെ ചിന്തകൾ പോലും പൂർണ്ണമായി ദുഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും വെച്ചൊരു പഴം മാത്രമേ തിന്നുള്ളൂ എന്ന നിലയിൽ നിസാരവൽക്കരിക്കുന്ന ആൾക്കാർ, അതായത് ആ പാപത്തെ ആ നിലയിൽ കാണുന്നത്, ദൈവം മുമ്പാകെ അത് എത്ര വലിയ പാപമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പഴമല്ലേ കഴിച്ചുള്ളൂ, അതിന് മാത്രം എന്താണെന്നുള്ളത് ആ നിലയിലൊക്കെ അതിനെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനെ പിന്നീട് നോക്കിയപ്പോൾ കണ്ടത്, ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാക്യം ഞാൻ എന്നോട് ചേർത്ത് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. നമുക്കറിയാം, ഒന്നാമത്തെ ആ വലിയ ജലപ്രളയത്തെ നമുക്കറിയാം. ആ ജലപ്രളയത്തിൽ ആ സമയത്തുണ്ടായിരുന്ന പാപങ്ങൾ, ആ പാപത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഇന്നുണ്ടോ എന്ന് ഒന്ന് നമ്മൾ ചുറ്റുപാടും ഒന്ന് നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാ കാലഘട്ടത്തിലും ഈ പാപം നിറഞ്ഞ ലോകത്തിൽ മനുഷ്യൻ പാപികളായി തന്നെ തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഭൂമിയിലുള്ള ഏത് മതസംവിധാനത്തെ പരിശോധിച്ചാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അവരെല്ലാം അപ്പം തിന്നുന്നതിനും അത്ഭുതങ്ങൾ കാണുന്നതിനും വേണ്ടി മാത്രമാണ് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നത്. ഏത് മതത്തിൽ നിങ്ങൾ നോക്കിയാലും അത് തന്നെയാണ്. അവന്റെ അപ്പം തിന്നുവാൻ, അവന് സ്വന്തമായിട്ടുള്ള ചില നന്മകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ കാണേണ്ടതിന്, അതിനുവേണ്ടി മാത്രമാണ് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നത്. കണ്ട് ആരും തങ്ങളുടെ പാപത്തെയോ ദുഷ്ടതയോ അറിയുന്നില്ല. അതിന്റെ പരിഹാരത്തിനായി ആരും തന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് സ്വയമേ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് ദൈവം മനുഷ്യനിൽ തന്റെ ആത്മാവിനെ, അല്ലെങ്കിൽ ആദ്യം തന്റെ ആത്മാവിനെ പുതുക്കുകയും അങ്ങനെ അവനെ ആകർഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആകർഷിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്രകാരം സംഭവിച്ചില്ലെങ്കിൽ ഒരു വ്യക്തിക്കും ക്രിസ്തുവിലേക്ക് വരാൻ കഴിയാത്തതും മനുഷ്യനിലെ ഈ ദുഷ്ടത, പാപം വളരെ വലുതാണ്. പ്രിയമുള്ളവരെ, നാം അത് പഠിപ്പിക്കണം, നാം അത് മനസ്സിലാക്കണം. അത്ര വലിയ പാപത്തിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ചത്, നമ്മെ രക്ഷിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇനി അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൃപ എന്നുള്ളതാണ്. ദൈവിക ന്യായവിധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്വയം ക്രിസ്തുവിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നശിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ചിലരോട് ദൈവത്തിന്, അല്ലെങ്കിൽ ദൈവം കൃപയോട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ സത്യവും വലിയ ആശ്വാസമാണ്. അതായത് രക്ഷ കൃപയാൽ മാത്രമാണ്. ഇന്ന് രാത്രി നമ്മൾ അതിനെക്കുറിച്ച് പാട്ടുകളൊക്കെ നമ്മൾ പാടിയല്ലോ. രക്ഷ കൃപയാൽ മാത്രമാണ്. ദൈവത്തിൽ നിന്ന് ആ കൃപ പ്രാപിക്കുന്നവർ യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് രക്ഷിക്കപ്പെടും
ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ രക്ഷാമാർഗം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ന്റെ 37 ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഇവിടെ ആരായിരുന്നാലും, ഏത് മനുഷ്യനായിരുന്നാലും, ഏത് അവസ്ഥയിലുള്ളവനായിരുന്നാലും, എവിടെയായിരുന്നാലും പിതാവിനാൽ ആകർഷിക്കപ്പെടുകയാണെങ്കിൽ, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നാം ചെല്ലുകയാണെങ്കിൽ, ക്രിസ്തു അവരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ എല്ലാ കുറ്റം കൂടാതെ ദൈവത്തിന്റെ മുമ്പാകെ നിർത്തുവാൻ ദൈവം ആ നിലയിൽ അവരെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയ പോലെ ദൈവം തിരഞ്ഞെടുത്തില്ലെങ്കിൽ ക്രിസ്തു സ്വീകരിക്കുമോ എന്ന് ചിന്തിച്ച് ആരും ഉത്കണ്ഠപ്പെടേണ്ടോ അല്ലെങ്കിൽ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുന്നത് തന്നെ ദൈവം ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. അതായത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ ഈ വചനം കേൾക്കുവാൻ, കർത്താവിന്റെ അടുക്കൽ അവന്റെ പാദപീഠത്തിൽ വന്ന് കർത്താവെ എന്ന് പറഞ്ഞ് വിശ്വസിക്കുവാനും അവന്റെ കൃപകളെ സ്വീകരിക്കാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ക്രിസ്തു നമ്മെ സ്വീകരിച്ചത്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മളെ സ്വീകരിച്ചിട്ടുള്ള വലിയ ഉറപ്പിൽ മുന്നോട്ട് പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു വേദഭാഗത്തിൽ നമ്മൾ ഒരു ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. അവിടെ ആ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന നമുക്ക് 17-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. ഇവിടെ യേശു വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ 17-ാം അധ്യായം മുഴുവൻ ആ മഹാപുരോഹിത പ്രാർത്ഥനയാണ് കാണുന്നത്. എന്നാലും ഈ മഹാപൗരോഹിത്യ പ്രാർത്ഥനയുടെ പ്രത്യേകത കാരണം, ഒരു മഹാപൗരോഹിത്യ പ്രാർത്ഥന ഒരു പ്രത്യേകം ഒരു കൂട്ടത്തിന് വേണ്ടി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം ആ പ്രത്യേകത കാരണം ലോകത്തിലുള്ള എല്ലാ അവിശ്വാസികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നില്ല എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ഒന്നുകൂടെ ധൈര്യം തരുന്നുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ഒന്നുകൂടെ ഉറപ്പാക്കുവാൻ, നമ്മുടെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ രക്ഷയെ ഒന്നുകൂടി ഉറപ്പാക്കുവാൻ, ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിശുദ്ധീകരണത്തെ ഒന്നുകൂടെ വിശ്വസിക്കുവാൻ, ഒന്നുകൂടെ ഉറപ്പോടെ അവരെ പിന്തുടരുവാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ് ഈ കർത്താവിന്റെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത് നാം പഠിപ്പിക്കേണ്ടതും നാം മനസ്സിലാക്കേണ്ടതുമായ മറ്റൊരു സംഗതി ദൈവിക പ്രവർത്തികളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. അതായത് ദൈവിക സൽപ്രവൃത്തികളിലൊക്കെ നാം പങ്കാളികളാകാറുണ്ട്. അതായത് വ്യക്തികളെ ആകർഷിക്കുക എന്നത് ദൈവത്താൽ സംഭവിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചല്ലോ. ആ മഹത്തായ പ്രവൃത്തി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് ക്രിസ്തുവിന് വേണ്ടി അർത്ഥവത്തായ ചില പ്രവൃത്തികൾ ചെയ്യാൻ അവരെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. അത് നമ്മളിലുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അത് കർത്താവിന്റെ കൽപ്പനയിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ആരും നമ്മുടെ വ്യക്തിപരമായ നന്മ പ്രവൃത്തികളാലല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രവൃത്തിയും ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ നീതീകരിക്കപ്പെടുവാൻ പ്രയോജനപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പ്രവൃത്തിയും ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ നീതീകരിക്കപ്പെടുവാനോ വിശുദ്ധീകരിക്കപ്പെടുവാനോ ഒന്നിനും പ്രയോജനപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ യേശു ക്രിസ്തുവിനാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രിസ്തുയേശുവിനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവഹിത പ്രകാരമുള്ള ചില നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ നമുക്ക് കടമയുണ്ടെന്നുള്ളത് ഇതിനോട് ചേർത്ത് പറയട്ടെ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം അവന്റെ കൽപ്പനയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം നമ്മെ നന്മ അല്ലെങ്കിൽ സൽപ്രവർത്തികൾക്കായിട്ട് നമുക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ സൽപ്രവർത്തികൾക്കായിട്ട് നമുക്കായി അങ്ങനെയുള്ള നന്മ പ്രവൃത്തികളും അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളും ഒക്കെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അന്നേരം ആ പ്രവൃത്തികൾക്കായിട്ട് നമ്മെ ഒരുക്കുമ്പോൾ തന്നെ ദൈവം തന്നെ അവസരങ്ങൾ, ദൈവത്തിന്റെ ആലോചനകൾ തന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ചില അവസരങ്ങൾ അത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതെല്ലാം ചെയ്ത് ആ ദൈവകൃപയിൽ ആ പ്രവൃത്തികളെ പൂർത്തീകരിക്കാനും നമുക്ക് കടമയുണ്ടെന്നുള്ളത് നാം അറിയുക, നാം അത് പഠിപ്പിക്കണം. നന്മ പ്രവൃത്തികൾ അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ രക്ഷയുടെ അനന്തരഫലമാണ്. അല്ലെങ്കിൽ നാം നേരത്തെ കണ്ടത് രക്ഷിക്കപ്പെട്ടതിന് നമ്മുടെ ഒരു പ്രവൃത്തിയും പ്രയോജനപ്പെട്ടില്ല. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടതിന്റെ അതിന്റെ അനന്തരഫലം, അതിന്റെ തെളിവായിട്ടൊക്കെ യാക്കോബിന്റെ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രക്ഷയുടെ ഒരു അനന്തരഫലമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ആ സൽപ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ നാം ദൈവത്തിന്റെ കൈപ്പണിയല്ല എന്നുള്ളതും കൂടെ
നാം മനസ്സിലാക്കുക. നമ്മൾ ആ വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്, ദൈവത്തിൽ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് എന്ന് പറയുമ്പോൾ നാം അവന്റെ കൈപ്പണിയല്ല, അല്ലെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ നാം ദൈവത്തിന്റെ കൈപ്പണിയല്ല എന്ന് നാം തന്നെ തെളിയിക്കുകയാണ്. യേശുവിനെ പോലെ ക്രിസ്ത്യാനികളും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും രോഗികളെ ആശ്വസിപ്പാനോ പുറത്താക്കപ്പെട്ടവരെ രക്ഷിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിപ്പാനും അതുപോലെ നിരപരാധികളെ രക്ഷിക്കുവാനൊക്കെ നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വാക്യങ്ങളിലൂടെ, ഈ ആശയങ്ങളോട് ഉദ്ദേശിക്കുന്നത്. അതും ഇതിന്റെ നാം പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, നാം അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അനീതി ചെയ്യുന്നവരെയും അതിനെ അനുകൂലിക്കുന്നവരൊക്കെ നാം എതിർക്കുകയും അതിനെ ഒന്നും നാം അംഗീകരിക്കുക, അതിന്റെ പിന്നാലെ ഒന്നും നാം പോകരുത് പ്രിയമുള്ളവരെ. അതും നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ ഇടവരട്ടെ. ഇനി ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സംരക്ഷണത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ നാളും കൂടെ ഉണ്ടെന്നുള്ളത്. എല്ലാ നാളും കൂടെ ഉണ്ടെന്നുമ്പോൾ വെറുതെ കൂടെയല്ലല്ലോ, നമ്മുടെ സംരക്ഷണവും എല്ലാം ഏറ്റെടുത്ത് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളത്. അത് നമുക്ക് വലിയ ആവേശമുണ്ട്. കർത്താവ് നമ്മെ രക്ഷിക്കും, കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉതകുന്ന വിധത്തിൽ നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മെ ആവേശം ജനിപ്പിക്കുന്നതാണ്. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ കാതലവും നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് തന്നെയാണല്ലോ. ആ അർത്ഥത്തിലാണല്ലോ, ആ സന്ദേശത്തിന്റെ തുടർച്ചയായിട്ടാണല്ലോ നാം ചിന്തിക്കുന്നത്. അതേസമയം ചില കാര്യങ്ങളെ കുറിച്ച് കർത്താവ് വലിയ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള ചില മാറ്റങ്ങളെ കുറിച്ച് യേശു കർത്താവ് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകളെ പ്രമാണിക്കാത്തവർക്ക് തങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് നാം മനസ്സിലാക്കിയല്ലോ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു വാചകങ്ങളുണ്ട്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു എന്ന്. ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം, നാം ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസ്തമായ അനുസരണത്തിൽ അവനെ പിന്തുടരുന്നില്ലെങ്കിൽ നമ്മൾ അവൻ്റെതല്ല എന്നുള്ളതാണ് അത് നമ്മെ അറിയിക്കുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നവർ ഒരു നാളും നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പാണ് കർത്താവ് അതിലൂടെ, ആ വാക്യങ്ങളിലൂടെ ആടിനെ അറിയുന്നു, കർത്താവിനെ അറിയുന്നു, അവനെ അനുഗമിക്കുന്നു എന്ന വാക്കുകളിലൂടെ ഉറപ്പ് തരുന്നത്. 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല എന്ന് കർത്താവോട് ഉറപ്പ് നൽകുകയാണ്. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് കൃപയാൽ നൽകപ്പെട്ട നിത്യജീവൻ നശിച്ചു പോകില്ല, കൂടാതെ ആർക്കും അത് നമ്മിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാനും കഴിയുകയില്ല എന്നുള്ള കാര്യം നാം അറിയുക. പക്ഷേ നാം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുമ്പോൾ അതിനൊരു മറ്റേ വശം കൊണ്ടുള്ളതെന്ന് നാം മനസ്സിലാക്കുക. അതായത് ഈ ലോകത്തിൽ അപകടങ്ങളോ കഷ്ടതകളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്ന് അതിനർത്ഥമില്ല. അത് നാം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന നിത്യജീവന്റെ അനുഭവങ്ങളും വാഗ്ദത്തങ്ങളുമാണ് ക്രിസ്തുയേശുവിൽ സുരക്ഷിതമായിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ ജഡത്തിൽ സംഭവിക്കുന്ന കഷ്ടതകൾ, നമ്മുടെ ജഡത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾ, നാം നേരിടുന്ന പ്രയാസങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് അതിന്റെ നിലയിൽ അത് അങ്ങനെ പോകും. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. ദൈവത്തിന്റെ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഇതെല്ലാവരെയും പഠിപ്പിക്കുവാൻ, എല്ലാവരെയും നമ്മൾ പ്രമാണിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഒക്കെ നമ്മൾ ഉത്സാഹിക്കണം. അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന പ്രേരണയ്ക്കും തിരുവചന വെളിപ്പാടിനും അനുസരിച്ച് എല്ലാ തിരുവചനവും നമ്മൾ പഠിപ്പിക്കണമെന്ന് ദൈവം ഇന്ന് രാത്രി ആത്മാവിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ദൈവം ആകർഷിക്കുന്ന ജീവിതങ്ങളെ കുറിച്ച്. അങ്ങനെ ദൈവം ആകർഷിക്കുന്ന ജീവിതങ്ങളെ വിശ്വസ്തയോടുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമ്മൾ ധൈര്യപ്പെടുത്തണം, അതിനെ അവരെ ഉത്സാഹിപ്പിക്കണം. ഏറ്റവും അവസാനം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ആ വലിയ വാക്തത്തിൽ നമ്മൾ ഉറച്ച് ആശ്രയിക്കണം, ഉറച്ച് വിശ്വസിക്കണം. പ്രിയരെ, ആ സാന്നിധ്യം ലോകാവസാനത്തോളം തുടരുന്നതാണ്, എല്ലാ നാളും ഉള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ യേശുവിനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുവാൻ യോസഫിന് ഒരു കൽപ്പന ലഭിച്ചത് ആ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പേരിനർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. മത്തായിയുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ പുതിയൊരു തലത്തിൽ വിവരിച്ചുറപ്പിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ രാത്രിയിലെ ഈ സന്ദേശത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിലിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൂടി വരുന്നതിനെ കാണിക്കുന്നതിനാണ്. അവരുടെ മധ്യേ കർത്താവുണ്ട്, അവരോട് കൂടെ കർത്താവുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ അതിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ 28-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ സാന്നിധ്യത്തിന്റെ വാഗ്ദാനം ആവർത്തിക്കുമ്പോൾ, ഒരിക്കൽ കൂടെ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ അവൻ അവരുടെ ആരാധനയേക്കാൾ, അല്ലെങ്കിൽ അവരുടെ ആ പ്രാർത്ഥനാ കൂട്ടത്തെക്കാൾ അവരുടെ സാക്ഷ്യത്തോടാണ് ബന്ധിപ്പിക്കുന്നത്. അതായത് നാം അവന്റെ നാമത്തിൽ കണ്ടുമുട്ടുമ്പോൾ മാത്രമല്ല, നാം അവന്റെ നാമത്തിൽ പോകുമ്പോഴൊക്കെയും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന്
കർത്താവ് ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം കർത്താവിന്റെ ആടുകളായി അവന്റെ പ്രമാണങ്ങളെ അനുസരിക്കുമ്പോൾ മരണത്തിനപ്പുറത്ത് ഉറപ്പുള്ളൊരു പ്രത്യാശയും സ്വർഗത്തിലെ പ്രതിഫലവും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അത് വലിയ ഒരു ഉറപ്പും ധൈര്യവുമായി അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തു നയിപ്പാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മൾ ഈ കേട്ട ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.